സുജിൽ മാക്കുറ്റി ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ട നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് വളരെ കൗതുകമുള്ളതായിരുന്നു. നിതീഷ് കുമാർ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി അദ്ദേഹത്തെ വണങ്ങുന്ന ഒരു നരേന്ദ്രമോദിയെ നമ്മൾ കണ്ടു. നരേന്ദ്രമോദിയും രാജ്നാഥ് സിംഗും എങ്ങനെയാണ് വേദി പങ്കിട്ടത് എന്ന് നമ്മൾ കണ്ടു. ഇത് 2019 നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. കൂടുതൽ സഖ്യകക്ഷികളുമായി ഇണങ്ങുന്ന, കൂടുതൽ സഖ്യകക്ഷികളുമായി ഇടപഴകുന്ന, അവരെ കൂടുതൽ ബഹുമാനിക്കുന്ന, അവർക്ക് കൂടുതൽ സ്പേസ് കൊടുക്കുന്ന ഒരു നരേന്ദ്രമോദിയാണ് കണ്ടിരിക്കുന്നത്. പക്ഷേ മന്ത്രിസഭയുടെ കാര്യം വന്നപ്പോഴേക്കും JDU ആഗ്രഹിച്ച വകുപ്പല്ല JDUവിന് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് സ്റ്റീൽ വകുപ്പാണ്, ഉരുക്ക് വകുപ്പ് മന്ത്രിയാണ് നിലവിൽ കുമാരസ്വാമി എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ TDPക്ക് വ്യോമയാനം കിട്ടിയിരിക്കുന്നു. മെച്ചപ്പെട്ട വകുപ്പാണ്, പക്ഷേ അവർ ആഗ്രഹിച്ചത് മറ്റു ചില വകുപ്പുകളാണ്. കൃഷി, നഗരാസൂത്രണം പോലെയുള്ള വകുപ്പുകൾ, ധാരാളം ഫണ്ടിങ് ആ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വകുപ്പുകളാണ്. പക്ഷേ അവർക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകൾ ആ രീതിയിലുള്ള വകുപ്പുകളാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ സഖ്യകക്ഷികൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളതായി താങ്കൾ കരുതുന്നുണ്ടോ? മാറുന്ന ഒരു നരേന്ദ്രമോദിയെ താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ റിജിൽ മാക്കുറ്റി? ശ്രീ അരുൺ, നരേന്ദ്രമോദിയെ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, 2 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി ഭൂരിപക്ഷം, BJP എന്ന പാർട്ടിക്ക് കൃത്യമായി ഭൂരിപക്ഷം ഉണ്ടായി. താൻ തന്നെ എല്ലാം ഞാൻ എന്ന ഭാവത്തോടുകൂടി എല്ലാം എൻ്റെ ഇമേജ്, ഞാൻ മോദി ഗ്യാരണ്ടി, അങ്ങനെയാണ് ഒരു തൻപ്രമാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹം ഈ കാലം അത്രയും ഈ രാജ്യവും അതോടൊപ്പം തന്നെ ഗുജറാത്തും ഭരിച്ചത്. അവിടെ നിന്ന് അദ്ദേഹം കേവല ഭൂരിപക്ഷമില്ലാത്ത ഒരു BJPയുടെ പ്രധാനമന്ത്രിയായി, ഘടകകക്ഷികളുടെ സീറ്റുകൾ പിന്തുണയോടുകൂടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അതിൻ്റെ മെയ്വഴക്കം അദ്ദേഹത്തിന് ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ഒരു മന്ത്രിസഭ 5 വർഷം പൂർത്തിയാവാൻ സാധിക്കില്ല. അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റുന്ന രൂപത്തിലല്ല ഈ ഒരു മന്ത്രിസഭയും അതോടൊപ്പം തന്നെ ഈ മുന്നണിയും മുന്നോട്ട് പോകുന്നത് എന്ന് വളരെ കൃത്യമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. ഇത് ഒരു സ്ഥായിയായ ഒരു ഗവൺമെൻറ് അല്ല, ഒരു സ്ഥിരമായ ഒരു ഗവൺമെൻറ് അല്ല. ഈ ഗവൺമെൻറ് ആടിയുലയും എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം BJPക്കെതിരെയാണ് രാജ്യത്തെ ജനത എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ, രാമക്ഷേത്രത്തിലൂന്നിയായിരുന്നു ഏറ്റവും വലിയ പ്രചാരബല. ആ രാമക്ഷേത്രം ഉണ്ടാക്കി അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തി, ഹിന്ദു മതവിശ്വാസപ്രകാരം, ഹിന്ദു ആചാരപ്രകാരം, ഹിന്ദു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടവർ പോലും നരേന്ദ്രമോദി ചെയ്യേണ്ട കർമ്മമല്ല ഇത് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് മോഡിഫൈഡ് രാമനെ ഉണ്ടാക്കി കളത്തിലിറങ്ങിയവരാണ്. പക്ഷേ ആ നാട്ടിലെ ഫൈസാബാദിലെ ജനത പോലും നരേന്ദ്രമോദിയുടെ പ്രാണപ്രതിഷ്ഠയെ ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ് ആ ഫൈസാബാദ് മണ്ഡലത്തിൽ വലിയ തോൽവി BJPക്ക് ഉണ്ടായത്. ഈ രാജ്യത്തെ ഹിന്ദു മതവിശ്വാസികളെയെല്ലാം തന്നെ തങ്ങളുടെ അജണ്ടക്കനുസരിച്ച് കൊണ്ടുപോകാം എന്നുള്ള തെറ്റായ ധാരണയാണ് ആ ഫൈസാബാദ് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഉണ്ടായ തിരിച്ചടി. മാത്രമല്ല ഉത്തർപ്രദേശിൽ മുഴുവൻ അവർക്കുണ്ടായ തിരിച്ചടി, ഇന്ത്യ സഖ്യം നടത്തിയിട്ടുള്ള മുന്നേറ്റം, നരേന്ദ്രമോദി ഗ്യാരണ്ടി എന്ന വാരണാസിയിൽ പോലും നമുക്കറിയാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വോട്ട് കുറഞ്ഞിരിക്കും. ഒരു ഘട്ടത്തിൽ പോലും നരേന്ദ്രമോദിയാണ് രാജ്യത്ത് BJPയുടെ നമ്പർ 1 ക്യാമ്പയിനറായിട്ടുള്ള നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ അവിടെ പുറകോട്ട് പോയില്ലേ? അങ്ങനെ പോകാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്ത് കോൺഗ്രസിൻ്റെ നേതാവിനെ ആക്ഷേപിച്ചു, അപമാനിച്ചും ഇത്രയേറെ പരിഹാസം നടത്തി BJPക്കാരും മോദി ഉൾപ്പെടെ അവരുടെ പരിചാരക സംഘങ്ങൾ മുഴുവൻ IT യുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയ കൂട്ടങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ ആക്ഷേപിച്ച് മുമ്പോട്ട് പോയപ്പോൾ നരേന്ദ്രമോദിയെക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശ് ജയിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, നരേന്ദ്രമോദിയെ ഉത്തർപ്രദേശിൽ മത്സരിച്ച പല നേതാക്കന്മാർക്ക് പിറകിലേക്ക് അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ മോദി എന്ന് പറയുന്ന ഒരു പ്രഭാവം ഇന്ത്യയിലില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഈ നരേന്ദ്രമോദി 240 സീറ്റുകൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം 140 സീറ്റുകളാണ് റിജിൽ മാക്കുറ്റി. 140 സീറ്റുകൾ ചെറിയ കണക്കല്ല. മാത്രമല്ല, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മോദി പ്രഭാവം ഇല്ല. 140 സീറ്റുകളുണ്ട് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം. അതായത് നരേന്ദ്രമോദി അതാണ് പറഞ്ഞത്, ഇനി 2 or 3 തവണ കൂടി തെരഞ്ഞെടുപ്പ് വന്നാലും നിങ്ങൾക്ക് 100-നപ്പുറം കടക്കാൻ കഴിയില്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇതായിരുന്നല്ലോ ഏറ്റവും നല്ല അവസരം. ഇനി ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മോദിയെ, ജനകീയനായ മോദിയെ കാണാം. പറഞ്ഞു റിജിൽ, എന്തോ റിജിൽ പറയാൻ വരും, എനിക്ക് ഇടവേള. അതിനുശേഷം ഞാൻ ശിവശങ്കറിലേക്ക് വരാം. 5 വർഷം തികയ്ക്കില്ലെന്നാണ് ശിവശങ്കർ പറഞ്ഞിരിക്കുന്നത്. റിജിൽ മാക്കുറ്റി. ശ്രീ അരുൺ, 352-ൽ നിന്ന് 292-ലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്രയേറെ വേട്ടയാടപ്പെട്ടു. ഞങ്ങൾക്കെതിരായി നടത്തിയ ക്യാമ്പയിൻ, ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് പോലും ബാൻ ചെയ്തുകൊണ്ട് ഒരു പ്രതിപക്ഷ പാർട്ടിയോട് കാണിക്കാൻ സാധിക്കാത്ത എല്ലാ തരത്തിലുള്ള തോന്നിയവാസങ്ങളും മര്യാദകളും കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് പറഞ്ഞത്. ആ കോൺഗ്രസ് മുക്ത ഭാരതത്തിൽ നിന്ന് ഞങ്ങൾ 100-ലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഈ 100-ൽ നിന്ന് 2029 എന്ന് പറയുമ്പോൾ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് പറയാണ്, അത് കോൺഗ്രസ് ഒറ്റയ്ക്ക് രാജ്യത്ത് അധികാരത്തിലേക്ക് വരുന്ന രൂപത്തിലേക്ക് മുമ്പോട്ട് വരും എന്ന സൂചനയാണ് എന്നാണ് റിജിൽ മാക്കുറ്റിയുടെ സൂചന. Debate with Arun Kumar.